ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുചേല ദിനത്തെക്കുറിച്ചാണ്. കുചേലനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സന്തത സഹചാരിയായും ബാല്യകാല സുഹൃത്തുമായും ആത്മമിത്രമായുമൊക്കെ നമ്മളെല്ലാവർക്കും കുചേലനെ വളരെ പരിചിതമാണ്. അപ്പോൾ ഈ ഒരു ദിനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും ഭഗവാനുമായി ഈ ഒരു ദിനം എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. മലയാള മാസമായ ധനുമാസത്തിലെ 38 ബുധനാഴ്ച, അതായത് മലയാള മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് 38 ബുധനാഴ്ച എന്ന് പറയുന്നത്. ആ ഒരു ദിവസമാണ് കുചേല ദിനമായി ആഘോഷിക്കുന്നത്. ഗുരുവായൂർ, തിരുവമ്പാടി ക്ഷേത്രത്തിലൊക്കെ ഈ ഒരു ദിവസം വളരെ പ്രാധാന്യമുള്ളതൊന്നാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അവിൽ നേദ്യം വഴിപാട് ഇന്നേ ദിവസം കഴിക്കുന്നത് വളരെ നമ്മുടെ വീടുകളിൽ ധാന്യ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പഴമക്കാർ വിശ്വസിക്കുന്നു. ഭഗവാൻ തൻ്റെ ബാല്യകാല സുഹൃത്തായിട്ടുള്ള അല്ലെങ്കിൽ തൻ്റെ സതീർത്ഥ്യനായ കുചേലൻ്റെ ദാരിദ്ര്യ ദുഃഖം ശമിപ്പിച്ച് കുചേലനെ കുബേരനാക്കി മാറ്റിയ ഒരു ദിനമാണ് കുചേല ദിനം എന്നാണ് കണക്കാക്കുന്നത്. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയിരുന്ന കാലത്ത് ഭഗവാന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു സുധാമാവ്. പഠനം കഴിഞ്ഞതിന് ശേഷം സുധാമാവ് ഗൃഹസ്ഥാശ്രമനും ഭഗവാൻ ദ്വാരകയിലേക്കും വഴിതിരിഞ്ഞു. വേദം മോദി കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമായിരുന്നു സുധാമാവിൻ്റെ അന്നത്തെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കുചേലൻ തൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ശ്രീകൃഷ്ണൻ്റെ കാര്യങ്ങളൊക്കെ ഭാര്യയോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഭഗവാനുമായിട്ട് ജീവിച്ചിരുന്ന കാലത്തെ നല്ല നല്ല അനുഭവങ്ങളൊക്കെ അങ്ങനെ പറയുകയാണ് ഭാര്യയോട്. ഇത് കേട്ടപ്പോൾ ഭാര്യയ്ക്കാണെങ്കിൽ വളരെ ദാരിദ്ര്യ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയും അവരുടെ മക്കളും ഒക്കെ അങ്ങനെയായിരുന്നു. പണ്ടുകാലത്ത് ബ്രാഹ്മണന്മാരുടെ അവസ്ഥയൊക്കെ എന്തായിരുന്നു നമ്മൾ പല ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഒരാശയം തോന്നി. ഈ അവസ്ഥ അല്ലെങ്കിൽ തങ്ങളുടെ ഈ ദാരിദ്ര്യ അവസ്ഥ ഭഗവാന്റെ മുന്നിലൊന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാനെ അറിയിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ചു, നമ്മളെ എങ്ങനെയെങ്കിലും നമ്മളുടെ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഈ ദുഃഖത്തിൽ നിന്ന് ഭഗവാനൊന്ന് ശരിയാക്കി തരും, അല്ലെങ്കിൽ നമ്മളെ ഈ ദാരിദ്ര്യ ദുഃഖം ഭഗവാൻ മാറ്റി തരുമെന്നൊരു വിശ്വാസം ഭാര്യയ്ക്കുണ്ടാവുകയും ഭഗവാനെ പോയി കാണാനായിട്ട് ഭാര്യ ആവശ്യപ്പെടുകയും ചെയ്തു സുധാമാവിനോട്, അതായത് കുചേലനോട്. കുചേലനാണെങ്കിൽ മറ്റുള്ളവരുടെ തൻ്റെ ബുദ്ധിമുട്ടുകൾ ആരും അറിയരുതെന്നും, അല്ലെങ്കിൽ തൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കുന്നതും അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ വളരെ വിഷമതയോടെ കണ്ടിരുന്ന ഒരാളായിരുന്നു നമ്മുടെ കുചേലൻ. അതുകൊണ്ട് തന്നെ ഭാര്യ പറഞ്ഞപ്പോൾ വളരെ വിഷമത്തോടെയാണെങ്കിലും ഭഗവാൻ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി തൻ്റെ ഭാര്യ, അതായത് കുചേലൻ്റെ ഭാര്യ, വീടാന്തരം ഭിക്ഷ യാചിച്ച് കിട്ടുന്ന അവിലെല്ലാം അവൾ ഇടിച്ച്, കല്ലും മണ്ണും കട്ടയൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു നെല്ല് ഇടിച്ച് അവിലാക്കി ഒരു മുഷിഞ്ഞ ഒരു വസ്ത്രത്തിൽ കെട്ടി ഒരു കിഴിയാക്കി ഭഗവാന് വേണ്ടി കൊടുത്തയക്കുകയാണ്. അതായത് അവരുടെ കയ്യിൽ അത്രയ്ക്കേ ഉള്ളൂ അന്ന് കൊടുക്കാനായിട്ട്. അത്രയ്ക്കും ദാരിദ്ര്യം നിറഞ്ഞൊരവസ്ഥയിലാണ് കുചേലൻ കടന്നു പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഈ വേദം ഓതി കിട്ടുന്ന വളരെ തുച്ഛമായ വരുമാനമാണ് കുചേലൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് മനസ്സോടെ ഭഗവാനെ കാണാൻ ദ്വാരകയിലേക്ക് പോവുകയാണ് നമ്മുടെ കുചേലൻ. അപ്പോൾ തൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനെ വളരെ വർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. അപ്പോൾ ഭഗവാൻ ഒന്നും കാണിക്കൊന്നും കൊടുക്കാതെ എങ്ങനെ പോവാന്നൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് ഭാര്യ അങ്ങനെ വീടുകൾ തോറും ഭിക്ഷയാചിച്ച് കൊണ്ടുവന്ന നെല്ല് ഇടിച്ച് അവിലാക്കി തൻ്റെ കയ്യിലൊരു കിഴിയാക്കി തരുന്നത്. അപ്പോൾ അതും കൊണ്ടുപോകുമ്പോൾ വളരെ വൃത്തിഹീനമായിട്ടുള്ളൊരു മുണ്ടിലൊക്കെ പൊതിഞ്ഞിട്ടൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതും കുചേലന് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത്രയും രാജപദവിയിലിരിക്കുന്ന ഒരാൾക്ക് താൻ ഇങ്ങനെ ഒരു കാണിക്ക കൊണ്ടുവന്ന ഭഗവാൻ അത് സ്വീകരിക്കുമോ? പഴയ കാലത്തെ പോലെ ആയിരിക്കില്ല. വളർന്നു വരുമ്പോൾ പലരുടെയും മനസ്സിൽ സുഹൃത്തുക്കളുടെ സ്ഥാനം ചിലപ്പോൾ വളരെ പിന്നിലൊക്കെ ആയിരിക്കും. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ദരിദ്രാവസ്ഥയിലുള്ള ഒരാളാണ് തൻ്റെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആത്മാഭിമാനം കൊണ്ട് ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അപ്പോൾ കുചേലനും അത് തന്നെയാണ് കരുതിയത്. തൻ്റെ ഭഗവാൻ അല്ലെങ്കിൽ തൻ്റെ സുഹൃത്ത് തന്നെ മനസ്സിലാവില്ല, അല്ലെങ്കിൽ തൻ്റെ ഈ ദരിദ്രാവസ്ഥയിൽ കാണുമ്പോൾ തന്നെ സുഹൃത്തായിട്ട് അംഗീകരിക്കില്ല,
തന്നെ തിരിച്ചറിയുക പോലും ചെയ്യുന്നുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ശങ്കിച്ചിട്ടാണ് ഭഗവാൻ അതായത് കുചേലൻ ഭഗവാനെ കാണാൻ ദ്വാരകയിലേക്ക് എത്തുന്നത്. കുചേലൻ വരുന്നുണ്ട്. പുറത്തു നിന്ന് കുചേലനെ പുറത്തുള്ള ആളുകളൊക്കെ കുചേലനെ ഭഗവാനെ കാണാൻ പോവുകയാണ്, കടത്തി വിടണമെന്ന് പറഞ്ഞപ്പോൾ അവർ നിരസിക്കുകയാണ്, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. ഇതറിഞ്ഞ ഭഗവാൻ തന്നെ ആളെ വിടുകയും കുചേലനെ വളരെ രാജകീയ പ്രൗഢിയോടുകൂടി തന്നെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരികയും തൻ്റെ കൂടെ തൻ്റെ ആ ആട്ടുകട്ടിലിൽ തൻ്റെ അടുത്ത് തന്നെ ലക്ഷ്മി ദേവിയുടെ അടുത്ത് തന്നെ ഭഗവാൻ കുചേലനെയും കൂടി ഇരുത്തി അത്രത്തോളം വളരെ സ്നേഹത്തോടെയും പണ്ട് എങ്ങനെയാണോ അവർ ആശ്രമത്തിൽ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നു അതേ സ്നേഹത്തോടു കൂടി തന്നെ ഭഗവാൻ കുചേലനെ സ്വീകരിക്കുകയും ആശ്ലേഷിക്കുകയും ഒക്കെ ചെയ്യാണ്. കുചേലൻ ആണെങ്കിൽ തൻ്റെ അവസ്ഥകളും തൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ഭഗവാൻ അതൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. എങ്കിലും ഭഗവാൻ അറിയാം കുചേലൻ വളരെ വിഷമകരമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും തന്നെ കാണാനായി ഭഗവാനെ കാണാനായിട്ട് കുചേലൻ ഇവിടെ എത്തും എന്നുള്ളതൊക്കെ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ മുൻകൂട്ടി അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കുചേലനാണെങ്കിൽ ഭഗവാന് കൊടുക്കാനെന്ന ഈ കാണിക്ക ഭഗവാനെ കാണാതെ ഇങ്ങനെ ഒളിച്ചു പിടിക്കുകയാണ്. അത് ഇനിയിപ്പോൾ ഭഗവാന് കൊടുക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ അത് ഭഗവാൻ കാണുകയും ആ ഒരു കിഴി ഭഗവാൻ എടുത്ത് അതിൽ നിന്ന് 2 പിടി അവിൽ വാരി തൻ്റെ വായിലേക്ക് ഇടുകയും അത് ഭക്ഷിക്കുകയും ചെയ്തു. ഇത് കണ്ട കുചേലന് വളരെയധികം സന്തോഷമായി. ഇതിൽ പരം സന്തോഷം കുചേലന് ആ ജീവിതത്തിൽ വേറെ ഒന്നും കിട്ടാനില്ല. കുചേലൻ്റെ കയ്യിലെ ആവിൽ കഴിക്കുന്നതോടുകൂടി കുചേലനെ ഭഗവാന്റെ അനുഗ്രഹ വർഷം നിറയുകയും അതുപോലെ ഭഗവാനെ കണ്ടതിന് ശേഷം സുഗതാമാവ് ദ്വാരകയിൽ നിന്ന് തൻ്റെ ഇല്ലത്തിലേക്ക് പുറപ്പെടുകയാണ്. ഇല്ലത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് സുധാമാവിനെ അത്രത്തോളം അമ്പരിപ്പിച്ചൊരു കാഴ്ചയായിരുന്നു. തൻ്റെ കുടിൽ നിന്നിരുന്ന സ്ഥലത്ത് നിന്നൊരു രാജകൊട്ടാരമാണ്. തൻ്റെ ഭാര്യയും മക്കളൊക്കെ രാജകീയ പ്രൗഢിയോടു കൂടിയാണ് അവിടെ ജീവിക്കുന്നത്. വളരെ സന്തോഷത്തിൽ വളരെ ദരിദ്രരായി കഴിഞ്ഞിരുന്ന തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുഖത്തുള്ള ഒരു സന്തോഷം കണ്ടപ്പോൾ സുധാമാവിന് ഇതിൽ കൂടുതൽ സന്തോഷം പറയാനില്ലാത്തൊരവസ്ഥയായി. അങ്ങനെ വളരെ സന്തോഷത്തിൽ വളരെ കാലം നല്ല രീതിയിൽ അവർ ഒരു അഹങ്കാരമോ ഒന്നുമില്ലാതെ മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ അഹങ്കരിക്കുകയോ ഒന്നും ചെയ്യാതെ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ അവർ അവരുടെ ശിഷ്ടജീവിതം കഴിച്ചു കൂട്ടുകയും ചെയ്തു. അപ്പോൾ അത്രത്തോളം ഭഗവാന് പ്രിയപ്പെട്ട ഒരു ദിവസമാണ് കുചേല ദിനം എന്ന് പറയുന്നത്. നമ്മളെല്ലാം എപ്പോഴും പറയാറുണ്ട്, ഭഗവാനെ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് കുചേലൻ്റെ ആ ഭക്തിയാണ് അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഇഷ്ടം, ഒരു കളങ്കമില്ലാത്ത സ്നേഹമായിരുന്നു കുചേലനുണ്ടായിരുന്നത്. അതാണ് ഭഗവാൻ അളന്നത്. അതിനുള്ള പ്രതിഫലമാണ് ഭഗവാന് കുചേലൻ നൽകിയതും. കുചേലനെ കുബേരനാക്കി മാറ്റുകയാണ് ചെയ്തത്. വളരെ എല്ലാവിധ അർത്ഥത്തിലും ധാന്യ സമൃദ്ധി കൊണ്ട് കുചേലനെ എന്താക്കി കുബേരനാക്കി മാറ്റുകയാണ് ഭഗവാൻ ചെയ്തത്. അപ്പോൾ ഭഗവാന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ ഒരു കുചേല ദിനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലും ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോയി ഈ ഒരു ദിവസം അവിൽ നേദ്യം കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ വീട്ടിലുണ്ട് ധനധാന്യ അഭിവൃദ്ധിക്കൊക്കെ വളരെ നല്ലതായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ഈ ഒരു അവിൽ നേദ്യം. അപ്പോൾ ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു ഐതിഹ്യം നിങ്ങളേവർക്കും മനസ്സിലാക്കാൻ സാധിച്ചതിലും പറയാൻ സാധിച്ചതിലും ഞാനും വളരെയധികം സന്തോഷവതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭഗവാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഹരി ഓം.